ശ്രീ ആന്റണി രാജു. തീരദേശ മേഖലയുടെ സമഗ്രമായ വികസനത്തിനായി ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നടത്തുന്ന തിളക്കമാർന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് നൽകുന്ന തൊഴിലാളി ദ്രോഹ തീരദേശ വിരുദ്ധ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. സാർ, ഇപ്പോൾ BJP സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന കടൽ മണൽ ഖനന പദ്ധതി പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന പദ്ധതിയാണ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് നൽകിയ തീരദേശ ദ്രോഹ പദ്ധതി. സാർ, എന്റെ ചോദ്യം, സാർ, ഈ രണ്ട് മത്സ്യത്തൊഴിലാളി വിരുദ്ധ പദ്ധതികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിരുദ്ധ പദ്ധതികളും ഈ രണ്ട് മത്സ്യത്തൊഴിലാളി വിരുദ്ധ ദ്രോഹ പദ്ധതികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തെ ബാധിക്കുന്നതിനെ അതിജീവിക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അതിനകത്ത് രാഷ്ട്രീയം കാണണ്ട. ഞാനത് പറയട്ടെ, രാഷ്ട്രീയം കാണണ്ടെന്ന് പറഞ്ഞല്ലേ? രാഷ്ട്രീയം കാണണ്ട. കാരണം കേരളത്തിന്റെ തീരദേശ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് സാർ. ഈ ഖനനം ഇപ്പോൾ 20 നോട്ടിക്കൽ മൈൽ അധികാരമുള്ള സംസ്ഥാനത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ആഴക്കടലിലേക്ക് ഉൾപ്പെടെ നടത്താൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 1 മാസം കൂടി അതിന്റെ നടപടിക്രമങ്ങൾ നീട്ടിയെങ്കിലും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ പ്രമേയം യോജിച്ച് ഇവിടെ നമ്മൾ അവതരിപ്പിച്ച് പാസ്സാക്കി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനകളെല്ലാം ഒന്നിച്ച് സമരങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തണം സാർ. ആഴക്കടൽ ഖനനവും ആഴക്കടൽ ഈ പറയുന്ന വിദേശ ട്രോളറുകളും കപ്പലുകളും എന്നുള്ള മത്സ്യബന്ധനവും നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയെ കാര്യമായി ബാധിക്കും എന്നതിൽ സംശയം വേണ്ട. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ നിരന്തരം ഈ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആവശ്യമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്.